ആശങ്കയുയർത്തി വീണ്ടും കോവിഡ് മരണം. മുംബൈയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 14 വയസ്സുള്ള കുട്ടിയടക്കം 2 പേർ മരിച്ചു. സിംഗപ്പൂരിലും തായ്ലൻഡിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഐഷത്തുൽ ഷംന തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഷംന, ഇന്നലെയാണ് രാജ്യത്ത് ഈ സാഹചര്യങ്ങൾ വിലയിരുത്താൻ യോഗം വിളിച്ചിരുന്നത്. എന്തായാലും ദേശീയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ്. പക്ഷേ തായ്ലൻഡ്, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നുണ്ട് എന്നതുകൊണ്ട്. എന്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ? സജിത്ത്, ഇന്നലെയാണ് ഈ 2 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചത്. 14 വയസ്സുള്ള ഒരു കുട്ടിയും ഒപ്പം 56 വയസ്സുള്ള ആളും. അങ്ങനെ 2 മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഒപ്പം തന്നെ നിരവധി പേർക്ക് കോവിഡ് ഈ ഇടയായി റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ 2 മരണങ്ങളും കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ, അതായത് കോവിഡിന് പുറമെ മറ്റ് അസുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 56കാരന് ക്യാൻസർ ഉണ്ടായിരുന്നു, മറ്റ് 14കാരിക്കും മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ സാഹചര്യം, കോവിഡ് ബാധിച്ച് സാഹചര്യം വഷളായത് എന്നാണ് വിലയിരുത്തൽ. എന്തായാലും നിലവിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ രാജ്യത്തെ 257 പേർക്കാണ്. ഇവരുടെ സ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുള്ളത്. അതായത് കോവിഡ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അറിയാൻ സാധിച്ചു. അതിനുവേണ്ടിയുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. മറ്റ് അസുഖങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയിക്കുന്നതും. ഒപ്പം ഇന്ത്യയിലെ വലിയ ഒരു ജനസംഖ്യയുടെ കണക്കെടുക്കുമ്പോൾ അതിൽ ഈ 257 എന്ന കണക്ക് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ നിലവിൽ മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് കൂടിയുള്ള ഒരു നിർദ്ദേശം വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം കൂടുന്നു, ഈ ഇടയായി കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു സ്ഥിതിയും കൂടിയുണ്ട്. ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. എന്തായാലും രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഇന്നലെ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുമുണ്ട്. ഇടവേളയാണ്.